മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 107-ാം സങ്കീർത്തനം 20-ാം തിരുവാക്യം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. നമ്മുടെ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവവചനത്തിന് നമ്മെ സൗഖ്യമാക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. കർത്താവിന്റെ വചനം എവിടെയെല്ലാം കടന്നു വരുന്നുവോ അവിടെ മാറാവ്യാധികൾ മാറിപ്പോകും. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് വിവിധങ്ങളായ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന 10,000-ങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. മഹത്വത്തിൻ സാന്നിധ്യമായി നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം, നമ്മെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും, നമ്മുടെ ഹൃദയത്തിന്റെ വിവിധങ്ങളായ ദുഃഖങ്ങളും നൊമ്പരങ്ങളെല്ലാം കർത്താവിന്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അത്ഭുത രോഗശാന്തികൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവായി 10,000-ങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശു നൽകുന്ന സൗഖ്യം സ്വന്തമാക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുകയാണ്. 1000-ങ്ങളെ കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, നിന്റെ വേദന, നിന്റെ ദുഃഖം, നീ അനുഭവിക്കുന്ന രോഗപീഠ എന്തുമാവട്ടെ, കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കരമടിച്ച് പാടി ആരാധിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി ജീസസ്. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. യേശുവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. അനേകരിലേക്ക് ഇത് അഭിഷേകമായിട്ട് നടിക്കട്ടെ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. യഹോവ എന്നെ സൗഖ്യമാക്കും. യേശുവേ, സൗഖ്യത്തിന്റെ ആത്മാവായി, സൗഖ്യശക്തിയായി 1000-ങ്ങളിൽ നിറയണമേ. നിസ്സി യഹോവ എന്റെ ജയക്കൊടിയാ. യേശു നമ്മുടെ വിജയക്കൊടിയാണ്. ആ ബോധ്യത്തോടെ പാടാം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, അവൻ നമ്മോടൊപ്പമുണ്ട്. അവൻ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആ വലിയ ബോധ്യത്തോടെ സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല.
പരസ്പര മുഖത്തോടെ നോക്കി പുഞ്ചിരിച്ച് അഭിഷേകത്തോടെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് സംശയങ്ങള്, അവിശ്വാസങ്ങള്, നിരാശകള്, മനോഭാരങ്ങള്, ദുഃഖങ്ങള് യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഈശോയേ, ഈശോയേ, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ. പിതാവ് കരങ്ങൾ ഉയർത്തിയടിച്ച് എല്ലാവരും. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ കരങ്ങൾ താഴ്ത്തിയടിച്ച് പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ. പിതാവല്ലോ ഈ വലിയ ബോധ്യത്തോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നൽകുന്ന സൗഖ്യം, കർത്താവ് നൽകുന്ന അത്ഭുതങ്ങൾ, രോഗശാന്തികൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്വരമുയർത്തി ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, കരമുയർത്തണമേ. സകല രോഗികളിലേക്കും അവിടുത്തെ അത്ഭുതകരമായ വചനം പകരണമേ. ദൈവവചനത്തിന്റെ ശക്തിയാൽ അത്ഭുത രോഗശാന്തികൾ വെളിപ്പെടട്ടെ. വർഷങ്ങളായി മാറാവ്യാധികൾ മൂലം വേദനിച്ച് കഴിയുന്ന ആയിരങ്ങളിലേക്ക് കർത്താവേ നിന്നെ സുഖപ്പെടുത്തുന്ന വചനം അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ട്യൂമറുകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അപകടങ്ങൾ മൂലം തളർന്നു കിടക്കുന്ന രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്നുപോയ കൈകാലുകൾ യേശുവിന്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, രോഗപീഠകളിലേക്ക് കർത്താവിൽ നിന്ന് തീയിറങ്ങട്ടെ. സകല രോഗാണുക്കളും കർത്താവിൽ അഗ്നിയാൽ കരിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ലോർഡ്, റിലീസ് യുവർ പവർ. സകല രോഗികളെയും വചനമയച്ച് കർത്താവെ സൗഖ്യമാക്കണമേ, സൗഖ്യമാക്കണമേ. അങ്ങ് നൽകിയ സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങളെല്ലാവരും കർത്താവിന്റെ സൗഖ്യത്താൽ നിറയുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സുഖപ്പെടുത്തുന്ന കർത്താവ്, സുഖപ്പെടുത്തുന്ന കർത്താവ്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? സുഖപ്പെടുത്തുന്ന കർത്താവ്. വിശുദ്ധ ബൈബിളിൽ ആദ്യമായിട്ടാണ് കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണെന്നുള്ള വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഇന്ന് അനേകം ആയിരങ്ങൾ വിവിധങ്ങളായ രോഗങ്ങൾ മൂലം മാനസികമായി തകർന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലൊക്കെ കഴിയുന്നുണ്ട്. എനിക്ക് ഈ രോഗം വന്നല്ലോ, എൻ്റെ ജീവിതം ഇതുപോലെ ആയിത്തീർന്നല്ലോ, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, ഇനി എനിക്കൊരു ജീവിതമില്ലല്ലോ എന്ന് ഓർത്ത്
വളരെയധികം വേദനിച്ച് കഴിയുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമാണ്, എനിക്ക് ക്യാൻസർ വന്നല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? ഭാവിയെ നോക്കി, കുടുംബത്തെ നോക്കി, ജീവിതത്തെ നോക്കി ആകുലതകളാൽ നട്ടം തിരിയുന്ന അനേകം ജീവിതങ്ങൾ. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്താണ് നമ്മോട് പറയാനുള്ളത്? നമ്മൾ അനുഭവിക്കുന്ന രോഗം എന്തുമാവട്ടെ, കർത്താവിന് ആ രോഗങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സുഖപ്പെടുത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. അവൻ ജഹോവ റാഫയാണ്. നമ്മുടെ കർത്താവ് സൗഖ്യത്തിൻ്റെ ദൈവമാണ്. ദ ലോർഡ് ദാറ്റ് ഹീൽസ്, സുഖപ്പെടുത്തുന്ന ദൈവം. അതാണ് പുറപ്പാട് 15:26 പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ആകുലചിത്തരാകേണ്ട, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇതൊരു വെളിപാടായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. വെറും ഒരു ബുദ്ധിപരമായ അറിവല്ല. യേശുവിൽ നിന്നൊരു സൗഖ്യം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വചനത്തെ ഒരു വെളിപാടായി ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. എൻ്റെ സകല രോഗങ്ങളെക്കാൾ എത്രയോ വലിയവനാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വചനം എന്താ നമ്മോട് പറയുന്നത്? നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ ശിക്ഷയാൽ നാം രക്ഷ പ്രാപിച്ചു, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. യേശുവിൻ്റെ മുറിവുകളിൽ നാം സൗഖ്യം പ്രാപിച്ചു. കർത്താവിൻ്റെ മുറിവുകളിൽ നമുക്ക് സൗഖ്യമുണ്ട്. പിലാത്തോസിന്റെ പ്രത്രോടിയത്തിൽ വെച്ച് കർത്താവ് ചമ്മട്ടിയടികൾ ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മെ സുഖപ്പെടുത്തുവാൻ. അവിടുത്തെ ഓരോ മുറിവിലും സഹോദര സഹോദരി, എനിക്കും നിനക്കുമുള്ള സൗഖ്യമുണ്ട്. സൗഖ്യം ദൈവമക്കളുടെ അവകാശമാണ്. യേശു നമുക്ക് വേണ്ടി മുറിവുകളേറ്റത് ഒരു തമാശ കഥയല്ല, അത് ചരിത്രത്തിൽ വെളിപ്പെട്ട ഒരു വലിയ സത്യമാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് സഭാമക്കളോട് പറയുന്നത്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. അവിടുത്തെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യു ഹാവ് ബീൻ ഹീൽഡ്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോകുന്നു എന്നല്ല തിരുവെടുത്ത് പറയുന്നത്. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യു ഹാവ് ബീൻ ഹീൽഡ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ കുരിശുമരണത്താൽ, കർത്താവിൻ്റെ ആ പീഡാസഹനങ്ങളിൽ പ്രത്രോയത്തിൽ വെച്ച് അവൻ ഏറ്റെടുത്ത ആ ചമ്മട്ടി അടികളാൽ നമുക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഇനി നമ്മൾ ഇങ്ങനെ, അയ്യോ ഈ രോഗം എനിക്ക് വന്നല്ലോ, ഇതെന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതം അവസാനിച്ചു. ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി 6 മാസം കൂടെയുള്ളൂ, അല്ലെങ്കിൽ 8 മാസം കൂടെയുള്ളൂ. ഞാൻ ആത്മാവിൽ പറയട്ടെ, അവസാന വാക്ക് മനുഷ്യൻ്റെതല്ല, കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ ഒറ്റ വചനത്തിന് നിന്നെ സുഖപ്പെടുത്താൻ കഴിയില്ലേ? ഉണ്ടാക്കിയിടുന്ന ഒറ്റ വചനം കൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ രൂപപ്പെടുത്താൻ നമ്മുടെ കർത്താവിന് കഴിയുമെങ്കിൽ, സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന രോഗപീഡയിൽ നിന്ന് നിന്നെ സുഖപ്പെടുത്താൻ യേശുവിന് കഴിയില്ലേ? ഇതൊന്ന് വിശ്വസിച്ച് അവിടെയാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്. പത്രോസിന്റെ കഥ പറയുന്നത്, നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുറിവുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ സൗഖ്യവും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആരും നിരാശിതരാകരുത്. ഇനി എൻ്റെ ജീവിതം അവസാനിച്ചു, എനിക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്ത് നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള കർത്താവിൻ്റെ സുവിശേഷമാണ്. യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ തിരുവാക്യം. സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് ഈ വചനം.
യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി. യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ? ബന്ധിതരെ മോചിപ്പിക്കാൻ. വിവിധങ്ങളായ രോഗങ്ങൾ മൂലം, വിവിധങ്ങളായ തകർച്ചകൾ മൂലം നട്ടം തിരിയുന്ന മനുഷ്യവർഗത്തിന് വിമോചനം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് പലവിധ ദുഃഖങ്ങളാല്, നൊമ്പരങ്ങളാല്, രോഗങ്ങളാല് അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന മാനവ കുലത്തെ സ്വതന്ത്രമാക്കുവാൻ യേശു കടന്നു വന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകം രോഗികളെ സൗഖ്യമാക്കിയത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ പറഞ്ഞ വചനത്തെ സ്ഥിരീകരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു കൊച്ചു അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ വചനമായി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആനന്ദമുണ്ട്. വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതം ഭയത്തിൻ്റെ ഒരു കൂടാരമായിരുന്നു. വിവിധങ്ങളായ ഭയങ്ങൾ എന്നെ പിടികൂടിയിരുന്നു. ഒരുപാട് കോംപ്ലക്സുകൾ, അപകർഷത, നാണം, ലജ്ജ, ഉൾവലിയുന്ന സ്വഭാവം. രണ്ടുപേരുടെ മുൻപിൽ പോലും എനിക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അത്രയും നാണം കുടുങ്ങിയായിരുന്നു ഞാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗാ. ഞാൻ സുരക്ഷിതനല്ല. ഈ ഒരു ചിന്ത എന്നെ എപ്പോഴും പിടികൂടുമായിരുന്നു. തന്മൂലം ഞാൻ വളരെ അസ്വസ്ഥനും വളരെ ദുഃഖിതനുമായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ആ നാളുകളിൽ വളരെയധികം ഭാരപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പൊന്നുമോൻ ഇതുപോലെയായല്ലോ, ആരോടും തുറന്ന് സംസാരിക്കുന്നില്ല, വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ ഓടി ഒളിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ ആദ്യ ധ്യാനത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവായി, വിടുതലിൻ്റെ ആത്മാവായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭയങ്ങളിൽ നിന്ന്, ഈ കോംപ്ലക്സുകളിൽ നിന്നെല്ലാം അത്ഭുതകരമായി എനിക്ക് ഡെലിവറൻസ് നൽകുകയാണ്. ഇന്ന് ആരുടെ മുൻപിലും ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവിധം കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി. എവിടെയും ധീരതയോടെ കർത്താവിന് ഉയർത്തുവാനുള്ള ആത്മനിറവ് നൽകി. അനുദിനം എൻ്റെ യേശു എന്നെ കരം പിടിച്ച് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്ന് പറയുന്നത് ചുമ്മാ ഒരു തമാശ കളിയല്ല, ജീവിക്കുന്ന വചനമാണ്. ഇന്നും കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഒരു മിഷണറി പറഞ്ഞ അനുഭവം. അദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. അത് 2ാമത്തെ കുഞ്ഞ് ആനി എന്നാണ് അവളുടെ പേര്. ഓട്ടിസം ബാധിച്ച് മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞ്. 7ാം ക്ലാസ് വരെ അവൾ പഠിക്കുവാനായിട്ട് പോയി. അധ്യാപകർ പറഞ്ഞു, ഈ കുഞ്ഞൊരു ബുദ്ധൂസാണ്, ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഇനി ഇങ്ങോട്ട് ഇതിനെ പഠിപ്പിക്കാൻ പറ്റണ, വീട്ടിലിരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്രകാരം അനേക മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്. മാനസിക വളർച്ചയില്ലാത്ത, തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അനേകം പേരൻസ് ഈ ശുശ്രൂഷയിലും കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ ദൂതാണ്. എന്നാൽ ഈ മാതാപിതാക്കൾ അവർ ദൈവാശ്രയത്വമുള്ളവരായിരുന്നു. അവർക്കറിയാം യേശുവിൻ്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. തങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ തങ്ങളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയും. അധ്യാപകരും പലരും ഈ കുഞ്ഞിനെ പ്രതി അവരെ കളിയാക്കി, പരിഹസിച്ചു. പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ലഭിച്ച കുഞ്ഞ് കണ്ടില്ലേ എന്നും പറഞ്ഞ് പലരും അവരെ മാനസികമായി വേദനിപ്പിച്ചു. കർത്താവിൻ്റെ വചനങ്ങളിൽ ഹൃദയമുറപ്പിച്ചവർ പ്രാർത്ഥിച്ചു, പൊന്നു കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞിന് നീയാണ് ഞങ്ങൾക്ക് നൽകിയത്. ഇവളെ സുഖപ്പെടുത്തുവാൻ, ഇവളെ വളർത്തുവാൻ, ഇവളെ പക്വതയിലേക്ക് നയിക്കുവാൻ അങ്ങ് ശക്തനാണ്. വിശ്വാസത്തോടെ ഈ കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് അപ്പനമ്മയും പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കഴിയാൻ തുടങ്ങി. ഈ കുഞ്ഞിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കഷ്ടി മുഷ്ടി ഈ കുഞ്ഞ് പാസ്സായി. +2 കഴിഞ്ഞു. അവൾ ഇന്ന് ആരാന്നറിയോ? വിദേശ രാജ്യത്ത് മാനസിക രോഗികളെ ചികിത്സിക്കുന്ന
ഒരു വലിയ മനോരോഗ വിദഗ്ധയായി കർത്താവ് അവളെ അനുഗ്രഹിച്ചുയർത്തി. ഞാൻ നിങ്ങളെ നിക്കിളിപ്പെടുത്താൻ പറയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. അവന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ് ജഹോവ റാഫ. ആ പേരൻസ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആ കുഞ്ഞ് ഏത് മേഖലയിലായിരുന്നു ആ കുഞ്ഞിനെ ബലഹീനത, അതേ മേഖലയിൽ കർത്താവ് അവളെ അനുഗ്രഹിച്ചുയർത്തുകയാ. ബുദ്ധി മേഖലയിൽ ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ ഒരു വലിയ സൈക്കാട്രിസ്റ്റായി കർത്താവ് ഉയർത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:13 വചനം പറയുന്നുണ്ട്, ഞാൻ നിന്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. പഠന മേഖലയിൽ സൗഖ്യം തരുവാൻ കർത്താവിന് കഴിയും. മക്കള് പഠിക്കുന്നിടത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട സൗഖ്യം യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. മറ്റൊരു സംഭവം കൂടി എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഈ വചനം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ ജോർജ് കോവൂർ എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ജനിച്ചപ്പോൾ ഹൈഡ്രോസെഫാലിസ് എന്നുള്ള രോഗത്തിന് അടിമയായിരുന്നു. തല ഭയങ്കര വലുപ്പം, ശരീരം ഈർക്കിലി പോലെയായിരുന്നു, ഒരു വിരൂപനായിരുന്ന ഒരവസ്ഥ. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ദൈവഭയമുള്ളവരായിരുന്നു. അവർ കർത്താവിനെ ആശ്രയിച്ചു. പ്രവാചകൻ യെശയ്യായിലൂടെ പരിശുദ്ധാത്മ പറയുന്നുണ്ട്, 40-ാം അധ്യായം 31-ാമത്തെ വാക്യം, ആരൊക്കെ കർത്താവിനെ ആശ്രയിക്കുന്നുവോ, ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നുവോ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ചിറകടിച്ചുയരും, ചിറകടിച്ചുയരും. ഡോക്ടർ ജോർജ് കോവൂരിനോട് ചിന്തിക്കുമ്പോൾ ഈ വചനം എത്രമാത്രം അർത്ഥവത്താണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ, ഞങ്ങളെ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. ഹൈഡ്രോസെഫാലിസ് ബാധിച്ച ആ കുഞ്ഞിന്റെ മേൽ കർത്താവിന്റെ കരം വന്നു. എന്താ സംഭവിച്ചത്? ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഒരു വലിയ ന്യൂറോ സർജനായി കർത്താവ് അദ്ദേഹത്തെ ഉയർത്തി. ഇന്നെന്തുമാത്രം രോഗികളാണ് അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ സൗഖ്യാനുഭവത്തിലോട്ട് വരുന്നത്. കർത്താവ് ആ മനുഷ്യന്റെ കരങ്ങളിലൂടെ അനേകരെ സുഖപ്പെടുത്തുകയാണ്. ഹൈഡ്രോസെഫാലിസ് എന്ന ആ മാരക രോഗത്തിന് അടിമയായിരുന്ന ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി ഇന്ന് വലിയൊരു ഡോക്ടറാക്കി ഉയർത്തുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നിരാശപ്പെട്ട് തളർന്നിരിക്കേണ്ടവരല്ല നമ്മൾ. കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൻ്റെ വചനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നുവോ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. നമ്മളിങ്ങനെ നരകിച്ച് ഏന്തി വലഞ്ഞ് എഴഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. പ്രവാചകനായ മോശയുടെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്താ കർത്താവ് പറയുന്നത്? നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാമത്തെ തിരുവാക്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലെയിം ചെയ്യുന്ന ഒരു വചനമാണിത്. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തില്ല. ഈ വചനം എന്താ നമ്മോട് പറയുന്നത്? 120-ാമത്തെ വയസ്സിലും മോശ ഭയങ്കര എനർജറ്റിക്കാ, നല്ല ആരോഗ്യവാനാ. അവൻ്റെ കണ്ണു മങ്ങിപ്പോയില്ല, അവൻ്റെ ശക്തി ക്ഷയിച്ചില്ല. വീണ്ടും ജോഷ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 10-11 വചനങ്ങളിലൂടെ കാലബ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് കർത്താവ് മോശയോട് ഇക്കാര്യം സംസാരിച്ചത് മുതൽ 45 സംവത്സരങ്ങൾ അവിടെ നിന്ന് ജീവിക്കാൻ അനുവദിച്ചു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശനെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇന്നും എനിക്കുണ്ട്. യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. കാലബിന്റെ സാക്ഷ്യം എന്താ നമ്മോട് പറയുന്നത്? 40 വയസ്സിൽ തനിക്കുണ്ടായിരുന്ന ശക്തി 85-ാമത്തെ വയസ്സിലും തനിക്കുണ്ടെന്ന് ധീരതയോടെ കാലബ് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അഭിഷേകം പ്രാപിക്കണം. മടുത്തു, ക്ഷീണമാണ്, തളർച്ചയാണ്, വയ്യ വയ്യ വയ്യ, എന്തൊരു ജീവിതമാണെന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കേണ്ടവരല്ല നമ്മൾ. ഈ വചനങ്ങൾ നിങ്ങൾ അവകാശത്തോടെ ഏറ്റുപറഞ്ഞ് യേശു നൽകുന്ന സൗഖ്യം സ്വീകരിക്കണം. 40-ലുണ്ടായിരുന്ന അതേ ശക്തി, ആ സെയിം പവർ, അതേ കരുത്ത് 85-ാമത്തെ വയസ്സിലും എനിക്കുണ്ടെന്ന്
എന്തൊരു അഭിമാനത്തോടെയാണ് കാലബ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് വെറും വാക്കുകളല്ല, നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണിത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുക. രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അവിടെ ശിരസിൽ കൈകൾ വെച്ച് നിങ്ങളെ ഭാര്യയാകാം, നിങ്ങളെ ഭർത്താവാകാം, സഹോദരൻ സഹോദരിയാകാം, മകനോ മകളോ ആകാം. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളെ കരങ്ങൾ അവിടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുക. യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം സൗഖ്യത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം. ഈശോ നൽകിയ സൗഖ്യങ്ങൾ, ആ പാസേജുകൾ വായിച്ച് 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 വരെ കേൾപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മെ സുഖപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിയുള്ളവരാക്കുന്നതാണ്. ഈ ഒരു വലിയ തിരിച്ചറിവോടെ വചനം ഏറ്റുപറഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ രോഗികളായി കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അസ്വസ്ഥരാകരുത്. നമുക്ക് വേണ്ട സൗഖ്യം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. പ്രാർത്ഥിച്ചിട്ടും 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 ഇനി സൗഖ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട. നിങ്ങളെ സഹനത്തിലൂടെ അനേകം ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സൗഖ്യം ലഭിച്ചാലും സൗഖ്യം ലഭിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിനുള്ളവനാണ്, ഞാൻ കർത്താവിനുള്ളവളാണ്. ഈ ഒരു ബോധ്യത്തോടെ ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യമാക്കുന്ന അത്ഭുത ശക്തി അനേകമായിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം ഇരുകരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് ഹൃദയം നുറുകി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികളെ സൗഖ്യമാക്കണമേ. വചനമായിട്ട് രോഗികളെ സൗഖ്യമാക്കണമേ. അവർ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളും അവരെ വിടുവിക്കണമേ. പ്രിയ സഹോദര സഹോദരി, ദിവ്യകാരുണ്യത്തിലേക്ക് വിശ്വാസത്തോടെ നോക്കുക. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി പതിനായിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. സകല രോഗങ്ങളും യേശുവിന്റെ നാമത്താൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. രോഗാണുക്കൾ കരിഞ്ഞു പോകട്ടെ. ഹല 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 ഹല. യേശുവേ യേശുവേ യേശുവേ, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നൽകുന്ന സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, നീ കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന്. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ട്യൂമറുകൾ മാറട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ലിവർ സിറോസിസ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദ്രോഗികൾ, ഉദര രോഗികൾ, അലർജി രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സകല രോഗികളും കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു നമ്മെ ആശീർവദിക്കുന്ന സമയം ഇത് അത്ഭുത രോഗശാന്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കർത്താവേ, സൗഖ്യം തരണമേ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളിലേക്ക് വിടുതൽ നൽകണമേ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. അങ്ങ് നൽകിയ അഭിഷേകത്തിനായി, അങ്ങ് പകർന്ന സൗഖ്യത്തിനായി നന്ദിയോടെ 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 സ്തുതിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.